വല്ലാ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതു തീരം ചെയ്യും ഞാനെന്നോവർ. ഏത് സ്ഥലത്ത് നിന്ന് വിളിച്ചാലും ശരി, വിളിച്ചവന്റെ വായ പൂടും മുമ്പ് ഞാൻ ഉത്തരം ചെയ്യാമെന്ന് ശൈഖ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാലകളിലുണ്ട്, മൗലീദിലുണ്ട്, കുത്തുബിയത്തിലുണ്ട്. ഈ പറയപ്പെടുന്ന മുസ്ലിയാക്കന്മാരൊക്കെയും ആ വിശ്വാസക്കാർ തന്നെയാണ്. അതിലേക്ക് നമ്മൾ ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് ഒരു ബാക്കവി ഇങ്ങനെ വിളിക്കാവുന്ന ശൈഖുമാരെ പരിചയപ്പെടുത്തുമ്പോൾ അജ്മീർ ഖോജയെ വിളിച്ചാൽ ആ ഖോജ വിളിച്ചെടുത്ത് ഹാജരാകുമെന്ന് നേരെ പഠിപ്പിക്കുന്ന ആശയം നിങ്ങൾ ശ്രദ്ധിക്കുക. അജ്മീർ ഖാജ ചില്ലറക്കാരനല്ല. നിങ്ങൾ വിളിച്ചോടത്തേക്ക് വരും. അതാണ് എല്ലാ മഹാന്മാരും വിളിച്ചോടത്തേക്ക് വരില്ല. അജ്മീർ ഖാജനെ വിളിച്ചോടത്തേക്ക് വരും. അജ്മീർ ഖാജന്റെ മകൻ ഭയങ്കര സ്ട്രോങ് ആണ്. മകനായിട്ട് കളിക്കാൻ പോണ്ട. മകനാരാ? ബാബ സൽവാർ. 70 കിലോമീറ്റർ അപ്പുറത്തുള്ള സൽവാറിലുള്ള ഫഖ്റുദ്ദീൻ. ആ മകൻ പെണ്ണ് വരെ കെട്ടിയിട്ടില്ല. പെണ്ണ് കെട്ടാൻ വേണ്ടി 23-ാമത്തെ വയസ്സിൽ ഖാജ പറഞ്ഞു, മോനെ കല്യാണം കഴിക്കണം. ബാപ്പ, ഞാൻ ഒരു പെണ്ണ് കാണാൻ പോലും സുന്നത്തല്ല. പെണ്ണിട്ടുമ്പോ പെണ്ണിനെ ഞാൻ നോക്കിയാ പെണ്ണ് മരിക്കുന്നു. അത്ര ജലാലത്തിന്റെ സിഫത്ത് കൊണ്ട് കൊലപത്തായ മഹാനാണ് ഖാജന്റെ മകൻ. പെണ്ണ് കാണാൻ പോയി. ബാപ്പാന്റെ നിർബന്ധത്തിന് പെണ്ണ് കാണാൻ പോയി. ഒരൊറ്റ പെണ്ണെ കണ്ടിട്ടുള്ളൂ. ആ പെണ്ണെ നോക്കി ഹറത്ത് മയ്യത്ത്. ആ പെണ്ണ് മരിച്ചു വീണു. കണ്ടോ? ഇതാണ് സമൂഹത്തെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഖാജ മൊയ്‌നുദ്ദീൻ ചിശ്തിയെ പറ്റി പറഞ്ഞെന്താ? എവിടുന്ന് വിളിച്ചോ അവിടെ ഹാജരാകുന്ന, വിളിച്ചോടത്ത് വരുന്ന. എവിടുന്ന് വിളിച്ചാലും ഖാജ അവിടെ വരുന്നത്. ഖാജ മരിച്ചു മറവിട്ട് അജ്മീറിൽ കിടക്കുന്നു. ആ ഖാജയെ എവിടുന്ന് വിളിച്ചാലും വിളിച്ചേടത്ത് ഹാജരാകുമത്രേ. നഊദുബില്ല. അങ്ങനെ ഉണ്ടോ ഒരാശയം? ഇസ്ലാമിനുണ്ടോ ആശയം? അങ്ങനെ വിളിച്ചോടത്ത് ഹാജരാകല്. ഖാജന്റെ മോനോ ബാപ്പാനേക്കാൾ വലിയ സ്ട്രോങ് ആണ്. പെണ്ണ് കാണാൻ പോയിട്ട് വരെ പെണ്ണ് മരിച്ചു എന്ന്. അല്ലാഹുവിന്റെ റസൂൽ പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്, ആ പെണ്ണ് മരിച്ചിട്ടില്ല. നബി തങ്ങളെ പഠിപ്പിച്ച സുന്നത്താണ്. സ്വഹാബിമാരൊക്കെ വിവാഹം കഴിച്ചവരാണ്. അവരൊക്കെ സ്ത്രീകളെ കാണാൻ പോയവരെ വിവാഹം കഴിക്കുമ്പോ കാണാതെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ആളോട് നബി തങ്ങളെ പറഞ്ഞു, നീ പോയി കാണണം. അതേപോലെ വേണ്ട നബി, കാണേണ്ട ആവശ്യമില്ല, എനിക്ക് ഏതായാലും കുഴപ്പമില്ല. നബി തങ്ങൾ പറ്റൂല, നീ പോയി കാണണം. അൻസ്വാരി സ്ത്രീകളുടെ കണ്ണിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് പോയി കണ്ട് തൃപ്തിപ്പെട്ട് കിട്ടിയാൽ മതി. കെട്ടിക്കൊണ്ടുവന്നിട്ട് പിന്നെ പ്രശ്നമാക്കാൻ നിൽക്കേണ്ടെന്ന് അർത്ഥം. ആ സ്വഹാബിമാരൊക്കെ സ്ത്രീകളെ പോയി കണ്ടിട്ടാണ് അവർ കല്യാണം കഴിച്ചത്. അവരാരും കാണാൻ പോയപ്പോ പെണ്ണ് അതോടുകൂടി മരിച്ചു പോയിട്ടില്ല. ഇതെന്തിനാ ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണറിയോ? ഔലിയാക്കന്മാരെ കുറിച്ച് എന്തോ ഒരു ഭീതി ഉണ്ടാക്കാൻ. അടുക്കാൻ പറ്റൂല, അവർക്ക് കളിക്കാൻ പറ്റൂല, ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ബേജാറാക്കി നിർത്തിയാൽ പിന്നെ ആ ബേജാറിന്റെ മറവിൽ എന്ത് ചൂഷണങ്ങളും നടക്കും. ഈ വക വയലേക്കുന്ന മനുഷ്യന്മാർ തീരുമാനിക്കുക എന്താ? എന്നാ പിന്നെ ഓല വിളിക്കാതെ എവിടുന്ന് വിളിച്ചോ അവിടെ ഹാജരാകും, ഉത്തരം ചെയ്യും എന്ന് പറയുമ്പോ എന്നാ പിന്നെ ഏറ്റവും നല്ലത് അവരെ വിളിക്കലാണ് എന്നാണല്ലോ ഏത് സാധാരണക്കാരൻ ചിന്തിക്കുക. അങ്ങനെ വിളിക്കുന്നൊരു പ്രതീതി സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടുവന്നു ഷിയാക്കളാ തുടക്കക്കാർ. സ്വഹാബത്തിന് പരിചയമില്ല, താബിഈങ്ങൾക്ക് പരിചയമില്ല, അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾക്ക് ആർക്കും അത് പരിചയമില്ല. ഷിയാക്കൾ ഈ ഉമ്മത്തിൽ കൊണ്ടുവന്നു അത്തരം വിളികൾ. അവരാണ് യാ അലി, യാ ഫാത്തിമ, യാ ഹസൻ, യാ ഹുസൈൻ എന്ന അനിസ്ലാമികമായ വിളിയെ ഈ ഉമ്മത്തിലേക്ക് ആദ്യമായി പരിചയപ്പെടുത്തിയത് ഷിയാക്കളാണ്. അവർ ഇന്നും വിളിക്കും. ഷിയാക്കൾ ഇപ്പോഴും ജീവിതത്തിലെ ഏതു ഘട്ടത്തിലും അവർ തേടുക യാ അല്ലാ എന്നല്ല, യാ അലി എന്നാ വിളിക്കുക. അലിയെ വിളിച്ചാൽ അലി സഹായിക്കുമെന്നാണ് ഷിയാക്കളെ വിശ്വാസം. കാരണം അലിയിൽ ഇലാഹിയായ അംശമുണ്ട്, ദൈവികമായ അംശം അലിയിലുണ്ട്. അതുകൊണ്ട് ആ അലിക്ക് വിളി കേൾക്കാൻ കഴിയും, ഉത്തരം ചെയ്യാനാകും. അതുകൊണ്ട് അലിയെ വിളിക്കാമെന്ന ഷിയാ വിശ്വാസം. അലി മാത്രമല്ല, അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ ഈ 4 പേരെയും വിളിച്ചാൽ ഹാജരാകുമെന്ന വിശ്വാസം. ശേഷമുള്ള 12 ഇമാമിയങ്ങളിൽ ബാക്കിയുള്ളവരുണ്ട്. ഇസ്നാ അശ്രികൾ എന്ന് പറയുന്ന ഈ ഷിയാക്കളുടെ 12 ഇമാമുമാർ. ഈ 12 ഇമാമിയങ്ങളും മഅ്സൂമികളാണ്, പാപസുരക്ഷിതരാണ്. അവർ ലോകത്ത് നിന്ന് എവിടുന്ന് വിളിച്ചാലും അവിടെ ഹാജരാകുന്നവരാണ് എന്ന ഷിയാ വിശ്വാസം. അതേ വിശ്വാസമാണ് തസവൂഫിലുള്ളത്, അതാ ത്വരീഖത്തിലുള്ളത്. ഷിയായിസം തന്നെ കുപ്പായം മാറ്റി സമൂഹത്തിലേക്ക് ഇറങ്ങിയതാണ് തസവൂഫ്, ത്വരീഖത്ത് എന്നത്. ആ ത്വരീഖത്ത് പ്രസ്ഥാനങ്ങൾ, അത് ഖാദിരിയ ത്വരീഖത്താവട്ടെ, റിഫാഇയ ത്വരീഖത്താവട്ടെ, നഖ്ശബന്ദിയ, സുഹ്റവർദിയ, ഐദ്റൂസിയ തുടങ്ങി
ധാരാളം ത്വരീഖത്തുകളിൽ നിന്ന് ആ ത്വരീഖത്തുകളൊക്കെയും പഠിപ്പിക്കുന്ന അടിസ്ഥാന ആശയം അതിൻ്റെ ശൈഖന്മാരുടെ അപ്രമാദിത്വമാണ്. ആ ശൈഖന്മാരൊക്കെ എവിടുന്ന് വിളിച്ചാലും ഹാജരാകും, എവിടെയും അവർ വരുമെന്നാണ്. ഖുർആൻ അറിയാത്ത, ഹദീസ് പഠിച്ചിട്ടില്ലാത്ത, അള്ളാഹുവിന്റെ ദീൻ ശരിയാവണ്ണം പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത സാധുക്കളായ സാധാരണക്കാരായ ആളുകളെ ഇതുവഴി കബളിപ്പിച്ച് റബ്ബല്ലാത്തവരെ തേടുന്ന തനിച്ച ശിർക്ക് നിലപാടിലേക്ക് ഈ സാധാരണക്കാരെ കൊണ്ടെത്തിക്കുന്ന പണിയാണ് ഉസ്താദുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.